ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നാളെ മുതൽ നമ്മുടെ SSLC പരീക്ഷ, ഈ വർഷത്തെ SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. SSLC പരീക്ഷ എഴുതാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി വളരെ കൃത്യമായ പരിശീലനത്തിലൂടെ നാളെ പരീക്ഷാ റൂമുകളിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യമേ തന്നെ എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി വളരെ കഷ്ടപ്പെട്ട് ധാരാളം ത്യാഗങ്ങളിലൂടെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പഠനത്തിന് കൂടുതൽ സമയം കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ഗ്രേഡോടുകൂടി നമ്മുടെ 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ നടത്തിയുള്ള എല്ലാ പരിശ്രമങ്ങളുടെയും ഫലം നമുക്ക് കിട്ടുന്നത് ഈ പരീക്ഷയുടെ റിസൾട്ടിലൂടെയാണ്. എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. പഠിച്ച കാര്യങ്ങൾ, ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് ആ ചോദ്യങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക. ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ 2ഓ 3ഓ ആവർത്തി നമ്മുടെ പാഠഭാഗങ്ങളെല്ലാം റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ചോദ്യപേപ്പർ കൃത്യമായി വായിക്കുകയും ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് എഴുതി തുടങ്ങാൻ കിട്ടുന്ന സമയം മുതൽ ഓരോ ചോദ്യത്തിനും വളരെ കൃത്യമായ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി നമുക്ക് കഴിയും. കാരണം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതാണ്, നമ്മുടെ അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചതാണ്, നിങ്ങളത് റിവിഷനിലൂടെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്, മോഡൽ പരീക്ഷ വഴി കൃത്യമായി ആസൂത്രണം നടത്തിയതുമാണ്. അതുകൊണ്ട് ഒട്ടും ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോട്, ഞാൻ വീണ്ടും പറയുന്ന വാക്ക് ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പരീക്ഷ എഴുതുക. കാരണം ഇത് നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കാത്തതല്ല, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പരീക്ഷകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ എഴുതാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആദ്യം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ കൃത്യം 9:15 ഫസ്റ്റ് ബെൽ അടിക്കുന്നത്. കുട്ടികളും ശ്രദ്ധിക്കണം, 9:15 ഫസ്റ്റ് ബെൽ അടിക്കുകയും 9:15 എല്ലാ ഇൻവിജിലേറ്റേഴ്സും ക്ലാസ് റൂം മുറികളിൽ എത്തുകയും കൃത്യം 9:30 കൂൾ ഓഫ് ടൈം ആരംഭിക്കുകയും ചെയ്യും. 9:15 നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. 9:15 ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മളെല്ലാവരും 9 മണിയോടുകൂടി സ്കൂളിൽ എത്തിച്ചേരണം. സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളും ലൈൻ ബസ്സിൽ വരുന്ന കുട്ടികളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 9 മണിക്ക് മുൻപായി എല്ലാവരും സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. 9 മണിക്ക് നമ്മൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൃത്യമായി നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം കണ്ടെത്തി 9:15 ബെല്ലടിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ഇൻവിജിലേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കണം. ക്ലാസ് മുറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇൻവിജിലേറ്റർ നമ്മുടെ ഹാൾ ടിക്കറ്റ് ചെക്ക് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഹാൾ ടിക്കറ്റ് മറക്കാതെ കൊണ്ടുവരണം. ഹാൾ ടിക്കറ്റ് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ഒപ്പുവെക്കുകയും അതിനുശേഷം നമുക്ക് ഉത്തരം എഴുതാനുള്ള പേപ്പർ തരികയും ചെയ്യുകയാണ് ചെയ്യുക. ഉത്തരം എഴുതാനുള്ള പേപ്പർ നമ്മൾ മോഡൽ പരീക്ഷ സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഈ മോഡൽ പരീക്ഷയ്ക്ക് നമ്മൾ ഇതേ പേപ്പർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് പൂരിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പരീക്ഷയുടെ പേര്, വിഷയത്തിന്റെ പേര്, തീയതി, ഇത്രയും കാര്യങ്ങളാണ് ആദ്യം പൂരിപ്പിക്കാനുള്ളത്. അത് നിങ്ങൾ പൂരിപ്പിച്ചു വെക്കുന്നു. അതിനുശേഷം താഴെ ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള ഭാഗത്താണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടത്. ഇത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. 1ാമത്തെ കോളം മുതലാണ് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടത്. അവസാനത്തെ കോളം നമ്മൾ വരച്ചിടുന്നു. അതിനുശേഷം അതിന് താഴെ ഫിഗേഴ്സ് അക്ഷരത്തിൽ എഴുതുകയാണ്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം. ഇത് തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം. രജിസ്റ്റർ നമ്പർ എഴുതുന്നത് ഒരു കാരണവശാലും തെറ്റാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാവരും ഹാൾ ടിക്കറ്റിൽ നോക്കി എഴുതണം. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ
9:30 ചോദ്യപേപ്പർ തരുന്നു. നമ്മൾ കൃത്യമായി കൂൾ ഓഫ് ടൈമിലൂടെ കടന്നു പോകുന്നു. കൃത്യമായി ഉത്തരങ്ങൾ എഴുതുന്നു. ഇനി നമ്മൾ ഉത്തരം ഉത്തര പേപ്പറിൽ ഒക്കെ വരയിട്ട പേപ്പറുകളാണ് നമുക്ക് തരുന്നത്. വരയിട്ട ഉത്തര പേപ്പറുകളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ വരയിട്ട ഉത്തര പേപ്പറുകൾ ആവുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എഴുതണം. മാർജിൻ അതിൽ ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ ആവശ്യമായ മാർജിനുകളൊക്കെ വരച്ച് വൃത്തിയായി പരീക്ഷ എഴുതുക. ഇതിനുശേഷം നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ അഡീഷണൽ ഷീറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു മേടിക്കണം. അഡീഷണൽ ഷീറ്റ് മേടിച്ചു കഴിഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആകെ മേടിച്ച അഡീഷണൽ ഷീറ്റിന്റെ എണ്ണം നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. രാവിലെ കൃത്യമായി കുട്ടികളെ സ്കൂളിൽ എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ രക്ഷിതാക്കൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രി വൈകി കിടക്കാതെ കുറച്ച് നേരത്തെ കുട്ടികളെ കിടത്തി ഉറക്കണം. രാവിലെ നേരത്തെ വിളിക്കണം. ദൂരത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ സ്കൂളിൽ എത്താൻ വേണ്ട സംവിധാനം കുട്ടികൾക്ക് നൽകണം. നോമ്പൊക്കെ എടുത്ത കുട്ടികൾ രാവിലെ പിന്നീട് ഉറങ്ങുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അവരെ കൃത്യമായി വിളിച്ചുണർത്തുകയും കൃത്യസമയത്ത് തന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യണം. പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ പേന, സ്കെയില്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, സ്കെയില് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുവരണം. ഒരേ നിറത്തിലുള്ള പേന കൊണ്ടാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. നീലമഷിയാണെങ്കിൽ നീലമഷി, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്. അത് ഏതാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായത് അത് തന്നെ ഉപയോഗിച്ച് എഴുതാൻ ശ്രമിക്കുക. പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം കൃത്യസമയം കഴിഞ്ഞ് വാണിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് നമ്മൾ പരീക്ഷ എഴുതാൻ ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ എന്ന് നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ്. വാണിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞ് ഫൈനൽ ബെൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി നൂലുപയോഗിച്ച് നമ്മളെ മെയിൻ ഷീറ്റും അഡീഷണൽ ഷീറ്റുകളും കെട്ടിവെക്കണം. അതിനുശേഷം എവിടെയാണോ നമ്മൾ എഴുതി നിർത്തിയത് അതിനുശേഷമുള്ള ഭാഗം പെൻസിൽ കൊണ്ടൊന്ന് ക്രോസ് ചെയ്ത് വെക്കണം. അവസാനം നമ്മൾ എഴുതിയ വരിയുടെ താഴെ ഒന്ന് താഴേക്ക് വരച്ചു വെക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞ് നൂലൊക്കെ കൃത്യമായി കെട്ടിവെച്ച് ടീച്ചേഴ്സിന് കൊടുക്കണം. അതോടൊപ്പം SS-നൊക്കെ മാപ്പ് മോഡൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. മാപ്പ് പോലെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നമ്മുടെ മെയിൻ ഉത്തരക്കടലാസിന്റെ സെന്ററിലായിട്ടാണ് വെച്ചിട്ട് തുന്നിക്കെട്ടേണ്ടത്. വശങ്ങളിൽ വെക്കാൻ പാടില്ല. മെയിൻ ഉത്തരക്കടലാസിന്റെ ഉള്ളിൽ വെച്ചിട്ട് തുന്നി വെക്കണം. അങ്ങനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയണം. ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാൻ കഴിയണം. പരീക്ഷ എഴുതി കഴിഞ്ഞ് അടുത്ത ദിവസം അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ഇങ്ങനെ എന്ത് നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകരെ ബന്ധപ്പെടാം. നിങ്ങൾക്കുള്ള സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി നിങ്ങൾക്ക് ഏത് സമയത്തും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള 1-2 നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ അധ്യാപകരെ വിളിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാം. അതിനുള്ള പരിഹാരം മുഴുവൻ ഒരുക്കാൻ വേണ്ടി സ്കൂൾ അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ PKM-ന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതുന്നത് നമ്മുടെ വിദ്യാലയത്തിലാണ്. അപ്പോൾ ആ മുഴുവൻ കുട്ടികളും വളരെ കൃത്യമായി കൃത്യസമയത്ത് വന്ന് പരീക്ഷ എഴുതുകയും എല്ലാവരും ആത്മവിശ്വാസമുള്ള കുട്ടികളായി പരീക്ഷാ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. എടരിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും ഇവിടുത്തെ മാനേജ്മെന്റിന്റെയും ഇവിടുത്തെ മുഴുവൻ PTA-യുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾക്ക് നൽകുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെ ഇൻവിജിലേറ്റേഴ്സിനോട് പറയുക. അവർ അതിന് പരിഹാരം കാണും. ഒന്നുകൊണ്ടും ആരും ഭയപ്പെടരുത്, ആരും പാനിക് ആവണ്ട. ഇത് വളരെ സിമ്പിൾ പരീക്ഷയാണ്. SLC പരീക്ഷ അതിനെ അങ്ങനെ കാണുകയും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതാനുള്ള ഒരു അവസരം മാത്രമാണ്. ആരും ഓവർ ടെൻഷൻ അടിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.